നിന്റെ താലി എവിടെ വെച്ചെന്ന് പറഞ്ഞേ? അവിടെ എടുത്തോണ്ടോ? ഞാൻ ഇന്ന് നല്ല ഡിസൈനുള്ള വേറൊരു താലി കണ്ട. അപ്പം എനിക്ക് അത് മാറ്റി ഇതൊന്ന് മാറ്റി വാങ്ങിയാലോ? അയ്യോ മറന്നുപോയി. അതെടുത്തു വെച്ചില്ല. അതെന്തായിരുന്നറിയോ, രാവിലെ പെരടിച്ചു വരുമല്ലോ, അപ്പൊ ഈ ചൂലിതേ ഇങ്ങനെ അങ്ങ് കൊളുത്തിയിട്ട് വലിഞ്ഞു പോയി. അപ്പൊ ഈ കൊളുത്തകന്നിട്ട് ഈ താലി ഇവിടെ എവിടെയോ വീണുപോയി. അതിനെ നോക്കിയെടുക്കാം. താലിയല്ലേ, നോക്കിയെടുക്കാം അല്ലേ? ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും അല്ലേ? അന്തസ്സുണ്ടടി, അന്തസ്. ഈ താലി കാണാതെ പോയിട്ട് നീ എന്നെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞോ? നീ പറഞ്ഞാലെന്ത് പറഞ്ഞില്ലെങ്കിൽ എന്ത്? കാരണം നീ കോടീശ്വരന്റെ ഭാര്യയല്ലേ. ഒരുത്തെങ്ങനെ രാവിലെ പോകുന്നു, നോട്ട് എണ്ണി ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നു, ഇങ്ങനെ എന്തും ആവാമല്ലോ. ഒരു സ്വർണത്തിന്റെ വില എത്രയാണെന്ന് അറിയുമോ? എന്ന് ഒരു ഗ്രാമിന് 6000-7000 രൂപ അടുത്ത് വിലയുണ്ട്. 5300. നീ എപ്പോൾ വാങ്ങി സ്വർണം? നീ ഇപ്പം വാങ്ങ, നീ എപ്പം അടുത്ത് വാങ്ങി? ഞാൻ ഇന്ന് സ്വർണ്ണക്കടയിൽ വില അന്വേഷിച്ചു കേട്ടോ. കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം ജീവിതത്തിലെ. കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാവുള്ളൂ. അതിവിടെ വീട്ടിലിരിക്കണവർക്ക് അറിയില്ല. ഇന്ന് കാലത്തെ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇതേ അവിടെ കിടക്കുന്നു, ആ പടിയുടെ അവിടെ താലി. ഈ താലി അവിടെ കിടക്കുന്നു. ഇത് ഞാനല്ല, വേറെ ആരെങ്കിലും ഇതുവഴി കടന്നു പോയത് എടുത്തോണ്ട് പോയി. നീ എന്ത് ചെയ്യുമായിരുന്നാണ്? നീ അവിടെ കിടക്കുന്നു പറഞ്ഞാ നോക്കിയാന്നിട്ട് നീ കണ്ട എത്ര രൂപയുടെ സാധനമാണെന്ന് അറിയാമോ? മാത്രമല്ല ഇത് എന്താണെന്ന് അറിയാമോ? നീ എന്നെ എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല? എന്നോടൊരു വാക്ക് പറയാത്തത് എവിടെ ദേ താലി കിട്ടി. ഇതാണ് ഞാൻ ചേച്ചി. കാലത്തെ അപ്പക്കുട്ട സാറ് വിളിച്ച് തിരക്കിൽ ഞാൻ പോവാൻ ഇറങ്ങിയപ്പോ അവിടെ കിടക്കുന്നു. പക്ഷെ എനിക്കത് അവളോട് പറയാൻ പറ്റില്ല. എന്നാ ഈ പോയപ്പോ ഈ കഴുത എന്നെ വിളിച്ച് ഇത് കാണാതെ പോയിന്നൊരു വാക്ക് നീ പറഞ്ഞാടി. പേടിച്ചിട്ടാ പറയുന്നത്. എന്ത് പേടിച്ചിട്ട്? പേടിയൊന്നും അല്ല. ഇത് ഭർത്താവ് തന്നെ ഒരുത്തും രാവിലെ പോകുന്നു, അധ്വാനിച്ച് കൊണ്ടുവരുന്നു. അയ്യൊക്കെ തന്നെ അറിയണോ? ഇത്രയും ഈ വിലയുള്ള ഈ മുതല് പോയിട്ട് ഇവക്ക് വല്ല ഉളുപ്പുണ്ടാ? ഇരിക്കുന്നു നോക്കാം അവള്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു ബോധവും അവക്ക്, ഒരു നഷ്ടവും ഇല്ല. എടാ ഇതിപ്പോ സംഭവിച്ച എനിക്ക് തോന്നാന്നറിയാമോ? ഇത് ഇവിടെ വിളിച്ച് പറയാത്തതിന്റെ കാരണം വെച്ചാല് ഇവിടെ നേരത്തെ ഒരു 1.5 ഇഞ്ച് ഒരു ആണിയ കമ്പിയാണ്ട് കാലിൽ കുത്തു കയറി. അതപ്പോ അത് തൂത്തുവാരി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ വല്ല കുരിങ്ങെല്ലാം വീണിട്ടുണ്ടാവും. അതെങ്ങനെ അവക്ക് പറയാൻ വിളിച്ച? അപ്പൊ മാനസിക സംഘർഷത്തിൽ ഇരിക്കുകയല്ലേ? നീ വരുമ്പോ പറഞ്ഞാ പോരെ? കിട്ടിയല്ലോ, ഇപ്പൊ സമാധാനായില്ലേ? പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ചോര പൊടിഞ്ഞ് ചോര ഇങ്ങനെ ചീറ്റിയപ്പോ ഞാൻ കണ്ടതല്ലേ. പിന്നെ മൊത്തം കയറി മാംസമൊക്കെ വിളി വന്ന. അതെ, എന്നാ ഇതൊക്കെ എന്നോട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഈ കാലിൽ കൊണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. നീ വന്നപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. വന്നപ്പോ നീ കുതിരാറ നിൽക്കല്ലേ? ക്ലീറ്റോന്റെ മനസ്സ് വേദനിച്ചാലോ ഓർത്തല്ലേ നമ്മൾ പറയാതിരുന്നത്. എന്നിട്ട് എല്ലാ തെറ്റും എനിക്ക്. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കണം, മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടാ? നല്ല വേദനയുണ്ട്. ചീറ്റി എടുത്തോ? തീറ്റി എടുക്കാൻ അതിപ്പോ കുഴപ്പമില്ല, നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തട്ടിപ്പ് തീറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ 1 മാസത്തേക്ക് കുഴപ്പമില്ല. ഇപ്പൊ വിഷമിക്കണ്ട, കിട്ടിയല്ലോ. എനിക്ക് അറിയായിരുന്നല്ലോ. അല്ലേ, സങ്കടപ്പെടല്ലേ? എനിക്ക് ഇപ്പോഴാ കാഴ്ച കണ്ണീന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സൗകര്യം മറ്റേ കാലിന്റെ അതെ, അത് വലിയ പ്രശ്നമായി പോയത്. എന്താ അറിയുമ്പോ ഇത് ഞാൻ ഇവള് വിളിക്കാത്തോണ്ട് എന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ചാടല്ലേടാ ഓരോ കാര്യങ്ങളെല്ലാം. ഞാൻ എന്തായാലും ഇനി കളയാ സൂക്ഷിച്ചു വെക്കുക കേട്ടാ. ഡ്രസ് മാറ്റം ഒരു ചായ എടുക്കാം. സ്വർണ്ണത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു മനുഷ്യന് അപകടം വരുമ്പോ. ഞാനത് പെട്ടെന്നുള്ള ഒരു ഇതിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും നടക്കുമ്പോ കൂടെ നിൽക്കണം നമ്മള്. കാല് മുറിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ പോയെടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞവരാ. എന്റെ കാലിന് അതിന് വേണ്ടി ഗുരുവൊന്നുമില്ലല്ലോ. ഓരോ വളർന്നപ്പോ കണ്ണീക്കള വന്നു പോലും. സൂക്ഷിക്കണം. ഇവിടെ ഉണ്ടല്ലോ പച്ച വെള്ളത്തിൽ എന്തോ ചായ എടുക്കോ? ഞാൻ എടുക്കാൻ ക്ലീറ്റോ ചേട്ടാ. ചേച്ചിയെ മാനസിക സംഘർഷത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല.